അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലെ രാത്രി ഞാൻ മഞ്ചേരിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്. രാത്രി ഉറക്കൊഴിച്ചതിൻ്റെയും തണുത്ത വെള്ളം കുടിച്ചതിൻ്റെയും ഒക്കെ ഒരു എഫക്റ്റാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആ സമയം ഇപ്പോൾ രാവിലെ 7:00 ആയിട്ടുണ്ട്. നുജും ഇങ്ങോട്ട് ഒരു 8:15 ആകുമ്പോക്കിന് റെഡിയായി നിൽക്കാനാണ് പറഞ്ഞത്. അവൻ 8:15 ഇറങ്ങും കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ 7:00 എഴുന്നേറ്റ് ഇനിയിപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്ട് കിടക്കുന്നത്. ഇതുമൂലം മാത്രം ഒന്ന് എഴുന്നേൽപ്പിക്കണം. തുത്തുനെ വെറുതെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൾ ഉറക്കം കളയണ്ടല്ലോ. അവൾക്ക് 1 മണിയാകുമ്പോഴേക്കിന് പോയാൽ മതി. റോഡ് അത്യാവശ്യം എന്താ പറയുക, നല്ല വലിയ വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു 12 മണി ആ സമയത്തൊക്കെയാണ് അവൾ പോവുക. അപ്പോൾ ഓക്കോളം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഉണർത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ പോവുകയാണ്. ഞാൻ ചുമര ഇപ്പോൾ സമയം ഇപ്പോൾ 8:30 8:45 ആയിട്ടുണ്ട്. 8:15 എന്ന് പറഞ്ഞിട്ട് 8:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി മുഖമാണ്. കാരണം രാത്രി എല്ലാവരും ലേറ്റായിട്ട് കിടന്ന് നേരത്തെ എഴുന്നേറ്റ് മുഖം എല്ലായിടത്തും ചീറ്റിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് പാടെയുള്ള ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ജസ്റ്റ് ഒന്ന് മുഖം കഴുകി ആ ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് പോയതാണ്. ഇന്നലെ ആണെങ്കിൽ ഞാൻ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഏതോ പഴയ നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ കിടന്നത്. അപ്പം പണ്ട് ഇവിടെ ഏതോ വെച്ച് പോയ നൈറ്റിയാണ്, പിന്നെ അതുള്ളത് ബാക്കി കേട്ടോ. അതൊക്കെ ഇട്ട് ഉറങ്ങിയിട്ടുണ്ട്. രാവിലെ ഏതാ ഞങ്ങൾ പോവാണ്. അപ്പോൾ നീലും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അവനിപ്പോൾ പ്ലേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം രാവിലെ നേരത്തെ എഴുന്നേറ്റ്. ഇന്നിപ്പോൾ പറഞ്ഞേക്കണ്ടെന്നാട്ട് വിചാരിച്ചത്, എന്നിട്ടും അവൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ കണ്ട് അവന് കരച്ചിലാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ടു കേട്ടോ. ഒരു 8:45 ആയപ്പോക്കിന്. പിന്നെ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് ചെറിയ ചെറിയ പരിപാടികൾ ഇന്നുണ്ട്. ഇന്നത്തെ പരിപാടി എവിടെ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, കക്കടംപുഴയിൽ റിസോർട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാട്ടോ ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടെ ഇറങ്ങേണ്ടത് 3 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ എല്ലാ പരിപാടികളും ആദ്യം തന്നെ എങ്ങനെയൊക്കെ വേണമെന്നൊക്കെ റെഡിയാക്കി ഷെഡ്യൂളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ഞാനിത് അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 9:30 ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഒക്കെ റെഡിയായി സെറ്റ് ആവണം. പിന്നെ നുജൂമ് പോയിട്ടൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഓൻ പോയി. ഇനി നമുക്ക് ഇവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ എന്താ ഫുഡൊക്കെ റെഡി ആക്കണം. മോള് ചിലപ്പം വരും. അങ്ങനെയൊക്കെ സെറ്റാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ഇതാ ജസ്റ്റ് നൈറ്റിയാണ് ഇട്ടിട്ടത്, കാണിച്ചു തരാം. നൈറ്റിയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഇനിയിപ്പോൾ 2 മണിക്ക് തന്നെ ഡ്രസ്സ് മാറ്റാനുള്ളത് കൊണ്ട് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനി പിന്നെ ഫുഡ് ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റൊക്കെ ബാക്കിയുള്ളത് ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി എന്താ ഇതുമൂനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ ഇതുവരെ കേട്ടോ. ഇന്നലെ രാത്രി നല്ല തട്ടുള്ളായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിതായിട്ട് വന്നതാണ്. ഇത് ഇന്നലെ ഞാൻ ആൺ ചെയ്തിട്ട് പോയതാണ്. എന്നാലും ഇന്ന് നമുക്ക് പോകാനുള്ളതുകൊണ്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ ഇതായി ഇവിടെ ഉണ്ട് ഒരുപാട് ഇതുമൂൻ്റെതും ഇൻ്റെതും ആണ് ഉള്ളത്. 2 സ്ഥലമുള്ള പോകാനുള്ളതും വേണം, വരുമ്പോൾ ഇങ്ങോട്ട് ഇടാനുള്ളതും. രാത്രി പിന്നെ ചെറിയൊരു സ്വിമ്മിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ നീന്തലൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഡ്രസ്സ് ഇടേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ അതിനൊക്കെ അയൺ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് എത്തിയതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഇന്നലത്തേത് പിന്നെ പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് 1 മാസമായിട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി പ്രോഗ്രാം കുറേ ഒരു 100 ആൾക്കാരുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ ആണ്. അപ്പം അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിനെ കണ്ടിട്ടില്ല, കാണാറില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് എനിക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമുള്ളല്ലോ എന്തായാലും കാണിക്കാം എല്ലാവരും. എന്നാലും ഇത്ര ആൾക്കാർ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിക്കാം ഇന്നത്തെ ഇതിൽ. അപ്പോൾ മോളൊക്കെ വരുന്നു, ഉച്ചയ്ക്ക് അവൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാവുമെന്നൊന്നും അറിയില്ല. രാവിലത്തെ ഫുഡ് പിന്നെ ഉമ്മ ബ്രോസ്റ്റ് കൊടുത്തതുകൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് തീർന്നു കേട്ടോ. ഓല് രണ്ടാളത് കഴിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് മോളും ഹസ്ബൻഡും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം, വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണല്ലോ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുമിച്ച് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അവൾ വിളിച്ച് പറഞ്ഞത് എന്തേ വരുന്നില്ല, അവർ അങ്ങോട്ട് എത്തിക്കോളാന്ന് കേട്ടോ, റിസോർട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ അവർക്കുള്ള ചിക്കൻ കറി ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മൂപ്പർക്കുള്ളത് മൂപ്പർ പള്ളിക്ക് വന്നിട്ട് ജുമയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മൂപ്പർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതും ഇവിടെ നല്ല ഉറക്കാണ്. പാക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ അവിടെ അയൺ ചെയ്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം 2 ദിവസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോകാനുള്ളത് ഇവിടെ 3 ആൾക്കാർക്കുള്ളത് പോകാനുള്ള ഡ്രസ്സ് വേണം. പിന്നെ അവിടെ നിന്ന് രാത്രി ഇടാനുള്ളത്, സ്വിമ്മിങ്ങിന് എന്തെങ്കിലും പോവുകയാണെങ്കിൽ അതിനുള്ളത്, പിന്നെ എന്താ പറയുക പിറ്റേന്ന് ഇങ്ങോട്ട് പോരാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളാണ് ആ നീല പെട്ടിയിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും നമ്മുടേതല്ല കേട്ടോ. അവിടേക്ക് കൊണ്ടുപോകാനുള്ള കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ മോളും എന്തായാലും അങ്ങനെ വരുന്നതുകൊണ്ട് ഇനിയിപ്പം ഫുഡ് ഒന്നും
വേണ്ട അപ്പോൾ അവർ അങ്ങോട്ട് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താ പറയുക ഒരു 2 മണി 2:30 ആയപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. ഞാൻ ഇന്നലത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഒക്കെ റെഡിയായി ഞങ്ങൾ പോകാൻ ഇറങ്ങാണ്. പോവാണ് ഞങ്ങൾ എങ്ങോട്ടാണ് പോണത് പറയും. അതും സിൽവാൻ ഹോട്ടലിലേക്ക് അല്ല സിൽവാൻ റിസോർട്ടിലേക്ക്. അങ്ങനെ അതാ ഞങ്ങൾ കറക്റ്റ് ഒരു 2:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ മോളും നീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരുമില്ലല്ലോ വണ്ടിയിൽ. അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ടും നമ്മൾ വണ്ടിയിൽ എന്താ പറയുക എൻ്റെ ഒരു മൂത്തച്ഛനുണ്ട്, മൂത്തച്ഛൻ്റെ മകനും ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഞങ്ങളിത് പുറപ്പെട്ടു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സ്ഥലം ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നോട് വീഡിയോ എടുക്കാൻ പറയുന്നത് എൻ്റെ മൂത്തച്ഛൻ്റെ മോനാണ് കേട്ടോ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മകനെ. അപ്പോൾ അവർ ബാക്കിൽ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വണ്ണുള്ളതുകൊണ്ട് ഞാൻ മുന്നിൽ അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു സീറ്റ് അങ്ങോട്ട് കിട്ടുമല്ലോ, എനിക്ക് ഉണ്ടാക്കും ക്ലിയർ ആയിട്ട് അവിടെ ബാക്കിൽ സുഖമായിട്ട് ഇരിക്കാമല്ലോ എന്ന് കരുതി. കാരണം ഞാൻ മുന്നിൽ ബാക്കിലിരുന്നാൽ പിന്നെ ആകെ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്നും കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഇവിടുന്ന് വീഡിയോ എടുത്തു അവിടെ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നത് മുഴുവൻ എൻ്റെ മൂത്തച്ഛൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നിറച്ചും പൈനാപ്പിളിൻ്റെ കൃഷിയാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു പൈനാപ്പിളിൻ്റെ മണമൊക്കെ, കാരണം പഴുത്തിങ്ങനെ വരിക തോന്നുന്നു കേട്ടോ, നല്ല മണമുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കയറി പോണതിനനുസരിച്ച് ചുരം പോലെ ചെറിയൊരു ചുരമാണല്ലോ വയനാട് ചുരത്തിൻ്റെ അത്രയിലേക്ക് ചെറിയ ചുരം പോലെ കുളിഞ്ഞുള്ള റോഡായതുകൊണ്ട് തന്നെ കയറി പോണതിനനുസരിച്ച് നമുക്ക് ചൂട് ഇങ്ങനെ കുറവും ഒരു ചെറിയ കാറ്റും തണുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക നല്ല ഭംഗിയുള്ള കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പൂതിയാകുമ്പോൾ നമ്മൾ ടൗണിലേക്കൊക്കെ പോയി ടൗണൊക്കെ കാണാൻ ഇനി പോകില്ല. ഇപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് ഇങ്ങനെയുള്ള കുന്നും മലയൊക്കെ കാണാനല്ലേ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നല്ല രസമുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോകാം കേട്ടോ. ബാക്കിൽ മുതിരപോലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക നല്ല സംസാരിച്ച് നല്ല രസമായിട്ടുള്ള ഒരു പോക്കായിരുന്നു. നല്ല എന്താ പറയുക നല്ല നല്ല സ്ഥലമൊക്കെ എത്തുമ്പോൾ കാണാൻ ഭംഗിയുള്ള സ്ഥലമൊക്കെ എത്തുമ്പോൾ ഒന്നേരം പറയും കേട്ടോ, ഇവിടെ വീഡിയോ എടുത്തോ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ കണ്ടോ ഈ ഒരു എങ്ങനെ ഇപ്പോൾ പറയാൻ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഈ ഭാഗത്തൊക്കെ. ആകാശമൊക്കെ ഇങ്ങനെ കാണുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂള് പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വളവിലൊക്കെ ആയിട്ട്. എന്താ ഇപ്പോൾ പറയാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇങ്ങനെ ഓരോ ഭാഗങ്ങളെത്തുമ്പോൾ കേട്ടോ, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, ഓരോ ഭാഗങ്ങളെത്തുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഇങ്ങനെ സ്ഥലമായിരുന്നു. ഇതവിടെ നമ്മളെ കക്കാടംപുഴയിൽ എത്തിയിട്ടുണ്ട്, അതിൻ്റെ ബോർഡാണ് ഇതവിടെ ഈ കാണുന്നത് കേട്ടോ. നമ്മളവിടേക്ക് കടന്നു. ഇവിടെ തന്നെയായിരുന്നു ഐറൂസിൻ്റെ ബർത്ത്ഡേ നമ്മൾ സത്വ റിസോർട്ടിലായിരുന്നു. ഇവിടെ എത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ ആ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക മുൻഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സത്വ റിസോർട്ടിൻ്റെ അത്ര അങ്ങോട്ട് ഒരു ഭംഗി എന്നല്ല സൗകര്യം, ഭംഗീൻ്റെ കാര്യമല്ല, ഭംഗി എല്ലായിടത്തും എവിടെ നോക്കിയാലും നല്ല കാഴ്ചകളും നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് ഭംഗി ഞാൻ പറയുന്നില്ല. പക്ഷേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ സത്വേന എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, അവിടെയും കൂടി നിന്നതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിലും മറ്റേ സത്വക്ക് തന്നെയാണ് റിസോർട്ടിന് തന്നെയാണ് റേറ്റ് കൂടുതൽ. ഇവിടെ അങ്ങനെ റൂമുകളിൽ AC ഒന്നും അങ്ങനെയില്ല, അവിടെ അങ്ങനെയല്ല, എല്ലാ റൂമുകളിലും AC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നടക്കാനും കുറേ കാഴ്ചകളൊക്കെ ഒന്നും കൂടി കാണാനുള്ള കൂടുതൽ സ്ഥലം ഉള്ളത് അതിലാണ് എനിക്ക് തോന്നിയിട്ട്. 2 സ്ഥലത്ത് കമ്പയർ ചെയ്ത്, കാരണം ഇങ്ങോട്ടൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ വീഡിയോ ആരെങ്കിലും കാണുന്നവർ റിസോർട്ടൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. കുറച്ച് പൈസ കൂടുമെങ്കിലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് സത്വ റിസോർട്ടാണ് കേട്ടോ. പിന്നെ അതാ വന്ന് കയറുന്നവിടെ തന്നെ ചെറിയൊരു പൂളുണ്ട്, കുട്ടികൾക്കൊക്കെ കുളിക്കാനായിട്ട് ഇതാ ചെറിയൊരു കുറച്ചൊരു ഒരു ഇതും പിന്നെ കുറച്ച് കൂടുതൽ വെള്ളമായിട്ട് അപ്പുറം ഭാഗത്തൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ കയറിയില്ല, ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഇതാ ഇങ്ങനെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. മലകളും കുന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ പറയുക കുരിശും മല അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കൂടുതലുണ്ട്. കാണാൻ കുറേ സ്വിമ്മിംഗ് പൂളൊക്കെ, ആ താഴത്തുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ അത് വേറെയാണ് കേട്ടോ, ഇതിൽ ഈ ഒരു ഭാഗത്ത് പെട്ടതല്ല. അവിടേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ
പൈസയൊക്കെ കൊടുത്ത് നമ്മൾ പോകണം. ഇത് നമ്മുടെ ഭാഗത്തായി ഈ ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് അതാ അവിടെ ഗെയിമും കളിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഞാനിങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അതാ ഇതും കൂടെ ചാടി കളിക്കുന്നുണ്ട്. അതിലേറെ എനിക്ക് രസമായിട്ട് തോന്നിയത് അപ്പുറത്ത് എൻ്റെ കെട്ടിയത് അവിടെ ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കണു. അപ്പോൾ അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന സമയത്ത് ബാഗും പാക്കൊക്കെ ചെയ്ത് അതൊക്കെ റൂമിൽ എത്തിക്കുന്ന സമയത്ത് എൻ്റെ കെട്ടിയത് അവിടെ അടിപൊളിയായിട്ട് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ ജസ്റ്റ് ഇതൊക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് അറിയില്ല, നമ്മൾ കുട്ടികൾ മാത്രം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ വീഡിയോ. പിന്നെ വലിയവർക്ക് താല്പര്യമുള്ളവരൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇതാണ്. ഞങ്ങളെ ഇവിടെ അമ്മാക്കും പാപ്പാക്കും കൂടി 8 മക്കളാണ് കേട്ടോ. 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളാണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാക്കും പാപ്പാക്കും ഉള്ളത്. അതായത് എനിക്ക് 3 നാത്തുമാരുണ്ട്, 4 മൂത്തച്ഛന്മാരുണ്ട്. ഏറ്റവും ഇളയ സന്തതിയാണ് എൻ്റെ ഹസ്ബൻഡ്, ഏറ്റവും ഇളയ മകനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തറവാട്ടിലാണ് കേട്ടോ, തറവാട് വീട്ടിലാണ്. തറവാട് പൊളിച്ച് ഞങ്ങൾക്ക് വീടൊക്കെ ആയി എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്നത്. കുടിൽക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഇങ്ങനെ വീട് പണി അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. നേരെ ഒരു വീട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനത്തെ മക്കളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾ മാത്രമല്ല വലിയവരും കളിക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുള്ള ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ വരും കേട്ടോ. ഞങ്ങളെ വ്ളോഗിൽ കാണിക്കുമെന്ന് ചോദിച്ചിട്ട് വന്ന മക്കളാണത് കേട്ടോ. അതൊക്കെ നമ്മളെ മക്കൾ തന്നെയാണ്. ഓരോന്ന് അങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ മൂത്തച്ഛൻ്റെ മകൻ്റെ മകളും മകളൊക്കെയാണ് അത്. അപ്പോൾ ഇത് എൻ്റെ നാത്തൂൻ്റെ മക്കളാണ്. മരക്കളുണ്ട് പിന്നെ എല്ലാവരും ആണ് കേട്ടോ. അവർക്ക് വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അവർ ഞങ്ങളെയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞതാ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മകളാണ് ഈ പച്ച ഷാൾട്ടത് സിബിക്കുട്ടി. മറ്റേത് എൻ്റെ നാത്തൂൻ്റെ മരുമക്കളാണ്. ഇതാണ് സിബിൻ്റെ മോള് കേട്ടോ. അവർക്കൊക്കെ ഇതിൽ വീഡിയോയിലൊക്കെ കാണാനും വരാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട ശേഷം പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ നല്ലൊരു ചായയും പിന്നെ എല്ലാവർക്കും ഇവിടെ എന്താ വെച്ചാൽ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. ചായക്കുള്ള സ്നാക്സ് ആയിട്ട് ഇവരുടെ വക ബിസ്ക്കറ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങളെല്ലാവരും ഓരോ ഫാമിലി, ഇപ്പം ഞങ്ങൾ പോയപ്പോൾ കുറച്ച് നുറുക്കൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്നപ്പോൾ ഉണ്ണിയപ്പം, നെയ്യപ്പം, പഴംപൊരി, പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ എന്താ പറയുക, സ്നാക്സ് ഐറ്റംസ് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. ബേക്കറി ഐറ്റംസ് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ വീട്ടിൽ ചക്കയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അവർ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ നല്ല ഈ ശർക്കര ഉപ്പേരി, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ബേക്കറി ചായക്ക് കടിക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ഫാമിലി ഒരു കുടുംബ സംഘം. അതെ കണ്ടോ, ഇതാണ് അവിടുത്തെ ഒരു വൈബ് കേട്ടോ. എന്നിട്ട് സൗണ്ടും അടിപൊളി മൂഡായിരുന്നു. എല്ലാവരും നല്ല ബഹളവും കാര്യങ്ങളും, കുട്ടികളും ഒരുപാട് പേരുണ്ട്. ഒരു മിനിമം 80 പേരോളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്ക് അറിയില്ല. എല്ലാവരെയും നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാത്ത മക്കളൊക്കെ ഉണ്ടാവില്ല, മക്കളെ കെട്ടിച്ചവർ, പേരക്കുട്ടികൾ, അങ്ങനെയൊക്കെ ഇന്ന് കാണാൻ പറ്റി കേട്ടോ. എല്ലാവരും ഇത് കാണാൻ പറ്റിയതിന് സന്തോഷമാണ് കൂടുതൽ എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കുറേ കാലമായിട്ട് കാണാത്തവർ വരെ കണ്ടു കേട്ടോ. അങ്ങനെ എത്തിപ്പെടില്ലല്ലോ. അപ്പോൾ നാത്തുമാരെ മക്കളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ കല്യാണം കഴിച്ചു പോയി, അവർക്കൊക്കെ മക്കളായതിനു ശേഷം നമ്മളെ കൂടുതലൊരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ അവിടെ ഒന്നും കൂടുതൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഒരു നേരെ ഇങ്ങനെ ഇരുട്ടി ഉണ്ടായിരുന്ന ഒരു വ്യൂ ആണ്. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ താഴെ ഭാഗമൊക്കെ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ ഇടുമ്പോൾ കൂടുതൽ ഭംഗിയാണല്ലോ അല്ലേ രാത്രിയൊക്കെ ആകുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മഗ്‌രിബിൻ്റെ സമയത്താണ് എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറി വന്ന ഉടനെ പിന്നെ ഞങ്ങൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണത്. കാരണം എല്ലാവരും ഒന്ന് ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിച്ച് പരിചയപ്പെടുത്തി ഒരു ആദരിക്കലും സ്നേഹിക്കലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഒരു അതിനായിട്ടുള്ള ഒരു ഹാളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹാളിൽ എല്ലാവരും ഒരു 7-7:30 ആയപ്പോഴേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്.
ആ ഒരു സമയത്താണ് മോളും പിന്നെ അൻസാറും ഐറൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും ലേറ്റായിട്ടാട്ടോ അവർ വന്നത്. അപ്പം ഞാൻ കുറേ നേരം അവർ കാത്തുനിന്ന് ഒരു 7:30 ആയിട്ടുണ്ട് അവരെത്തിയപ്പോൾ. അവിടെ ഐറൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ഹാളായതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ, ഞാൻ പിന്നാലെ ഇങ്ങനെ അവൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ കസാല ഇട്ടി വെക്കാനും എല്ലാത്തിനും ഇവിടെ മക്കൾ തന്നെ എല്ലാത്തിനും എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി മക്കൾ തന്നെ എല്ലാവരും കണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഒക്കത്തിനും എല്ലാവരും അടിപൊളിയായിട്ട് കൂടി ഇതാ അവിടെ നമ്മൾ പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പീഡ് ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതും കേട്ടോ. കാരണം ഞാൻ അതാ സ്റ്റേജിൽ കയറി ഇരിക്കുകയാണ്. കാരണം ഇവിടുത്തെ 8 മക്കളും 8 മരുമക്കളും ആ ഒരു സ്റ്റേജിൽ വരിക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുമോനോട് ജസ്റ്റ് ക്യാമറ കൊടുത്തിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പം എന്താ പറയുക, എല്ലാവരും നല്ല വീഡിയോക്കൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. എന്നാലും ഞാൻ അത്രയധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നാലും ഇതൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഞങ്ങൾ ക്യാമറമാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള മൂഡും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു സമയം തന്നെയായിരുന്നു. കാരണം ഫുള്ള് എൻജോയ്മെൻറ്റ് മാത്രമായിരുന്നു. ഈ ഒരു സമയത്ത് മാത്രം എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും ഇരിക്കുക കേട്ടോ. എൻ്റെ 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളും, ഈ 3 പെൺകുട്ടികളെ ഭർത്താക്കന്മാരും, പിന്നെ ഈ 5 ആൺമക്കളെ ഭാര്യമാർ, ഇവരൊക്കെയാണ് ആ സ്റ്റേജ് മേൽ ഇരിക്കുന്നത്. പിന്നെ ഓരോരുത്തരും ഏറ്റവും പ്രായമുള്ളവരെ അനുമോദിച്ചു. അതുപോലെ തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരുമിച്ച് നിർത്തിയിട്ട് അവരുടെ മരുമക്കളെയൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവരെ ആദരിച്ചു. അതുപോലെ പിന്നെ എന്താ പറയുക, ഈ ഒരു പുടവൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ആദരിക്കുന്ന ഫോട്ടോ. ഇതുമാണ് എടുത്തത്. പക്ഷേ അവളും കൂടി പിന്നെ ആ ഫോട്ടോസിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ അവൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മൊമെൻറ്റ്. അത് മാൻ്റെ മാപ്പാൻ്റെയൊക്കെ ഫോട്ടോ വെച്ച് പിന്നെ 8 മക്കളെയും മരുമക്കളെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കപ്പ് വലുതായി ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ വീട്ടിലേക്കും ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരാളെയും വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടുള്ള ഗെയിമായിരുന്നു. പിന്നെ മക്കളെയും പേരക്കുട്ടികളും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. കുറച്ചൊരു 10 മണിയൊക്കെ ഒരു 9:30 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം ഐറൂസ് നല്ല അലമ്പായിരുന്നു, അവന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പ്രോഗ്രാമുകൾ മക്കളെ ഡാൻസും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സിബിൻ്റെ, അതായത് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മോളാണിത്. അവളൊക്കെ എന്നോ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവരുടെ ഡാൻസ് കഴിഞ്ഞ ശേഷം അതാ കസാലക്കളി മക്കളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബലൂൺ പൊട്ടിക്കാം. പിന്നെ അങ്ങനെ പെണ്ണുങ്ങൾക്കും വലിയ എന്താ പറയുക മക്കൾക്കും എല്ലാവരും അങ്ങനെ ഇന്ന ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ബന്ധത്തെ മരുമക്കളും ഒക്കെ എല്ലാവരും കൂടിയിട്ടുള്ള ചെറിയ മക്കൾ മുതൽ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അതൊക്കെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാനിതാ ഞങ്ങളെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിന് 4 ഏട്ടന്മാരാണ്. ഞങ്ങൾക്ക് മാത്രമേ ആൺകുട്ടികളില്ലാത്തുള്ളൂ കേട്ടോ. ബാക്കി 4 എൻ്റെ ഹസ്ബൻഡിൻ്റെ 4 ഏട്ടന്മാർക്കും ആൺമക്കളുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഈ സ്റ്റേജ് മേൽ ഈ കാണുന്നതും ഈ തുള്ളി കളിക്കുന്നതൊക്കെ. അവരാണ് ഇതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ. ഇതൊക്കെ കൊണ്ട് പോകണമെങ്കിൽ തന്നെ അതിനൊരു ഇത് വേണമല്ലോ, കുറച്ച് ആൾക്കാർ ഇതിനായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടന്മാരെ മക്കൾ മാത്രമല്ല, നാത്തുമാരെ മക്കളുണ്ട്. അവർക്കൊക്കെ ഉള്ള ഓരോ ആൺമക്കളാണ് എല്ലാവർക്കും ഉള്ളത്. അവരൊക്കെ ഈ ഒരു പരിപാടി കൊണ്ടുപോകാനൊക്കെ ഒരുമിച്ച് നിന്ന് എല്ലാത്തിനും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കുറേ കാലമായിട്ട് ഇതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ല ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിരുന്നു. അതാ ഇതുമ്മു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമ്മു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ ഡാൻസ് കളിച്ചു. പക്ഷെ പാട്ട് പാടാൻ വേണ്ടി നോക്കിയപ്പോൾ മൈക്കിന് എന്തോ കുഴപ്പമില്ല. അവൾ കരോക്കെയൊക്കെ വെച്ച് പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പാടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഡാൻസ് കളിച്ച് സമാധാനത്തിൽ അവൾ നിൽക്കുകയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു
മുട്ടായി വിതരണം, ലേസ് വിതരണം കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കുട്ടികളൊക്കെ പാടൊക്കെ പടപടപടയാണ്. ഈ സമയത്തൊക്കെ അവിടെ ഒരു പാട്ട് ഇങ്ങനെ ഇട്ടതുകൊണ്ട് എനിക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഈ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെയുള്ള ഒരു ഏകദേശം ഒരു എന്താണ് ഇവിടുത്തെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒരു ഹാപ്പി സന്തോഷമായിട്ടുള്ള ഒരു സമയമായിരുന്നു. പിന്നെ ഏറ്റവും പിന്നെ മോളുടെ വക ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചവൾ ഡാൻസ് കളിച്ചപ്പോൾ ഐറൂസ് കരഞ്ഞതുകൊണ്ട് മുഴുവനാക്കാൻ പറ്റിയില്ല. അവൾക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഐറൂസ് കരഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വീഡിയോ എടുക്കലും ഞാൻ നിർത്തി. പിന്നെ ഞങ്ങളെല്ലാവരും വേഗം റൂമിൽ പോയി കിടന്നു എന്ന് പറയുന്നതാണ് സംഭവം സത്യം. പിന്നെ കുറേ പരിപാടികൾ, കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടി കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഐറൂസ് പിന്നെ ഭയങ്കര അലമ്പായിരുന്നു. അവന് വിശക്കണമുണ്ട്, പോരാത്തിന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 11-12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഞങ്ങൾ കിടന്നു കേട്ടോ. മോളുവിൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് അപ്പം തന്നെ രാത്രി മടങ്ങുകയും ചെയ്തു. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ.